എന്ത് പ്രതീക്ഷയാണ്? ആരുമില്ല, ജനങ്ങളില്ലാത്ത കേവലം തരിശായിട്ടുള്ള മരുഭൂമിയാണ്. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിൽ മാത്രമുള്ള പ്രതീക്ഷ. അവിടെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായി, അഭൗതികമായ ഇടപെടൽ, കാര്യകാരണ ലോകത്തിന് അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ സഹായം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് മാ ഉ സംസം, സംസം ജലം. ആ കുഞ്ഞ് കാലിട്ടടിച്ച പ്രദേശത്ത് നിന്ന് മാ ഉ സംസം, അത് നീരുറവയായിട്ട് ഒലിച്ചിറങ്ങി എന്നുള്ളതാണ്. മാ ഉ സംസം ലിമാ ശുരിബല. ആ സംസം പാനീയം എന്തുദ്ദേശത്തോടു കൂടിയാണോ നിങ്ങൾ കുടിക്കുന്നത്, ആ ഉദ്ദേശം സഫലീകൃതമാവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മാ ഉ സംസം. സഹോദരങ്ങളെ, പ്രാർത്ഥനാ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കഅബാലയം പ്രതിനിധീകരിക്കുന്ന നിർഭയത്വത്തിന്റെ ഭവനം എന്ന നിലയിലാണ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. കഅബാലയത്തെ സംബന്ധിച്ച് പറയുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്ന്, സുഭിക്ഷതയുടെ ഗേഹം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശപ്പുണ്ടായപ്പോ നിങ്ങൾക്ക് അന്നം നൽകിയ അള്ളാഹുവിന്റെ ഉടമസ്ഥനായ നാഥന്റെ ഗേഹം, വിശന്ന നിങ്ങളെ ഊട്ടിയ നാഥന്റെ ഗേഹം, ഭവനം. അതുപോലെ തന്നെ നിർഭയത്വമുള്ള ഘട്ടത്തിൽ, ഭയമുള്ള ഘട്ടത്തിൽ നിങ്ങൾക്ക് നിർഭയത്വം നൽകിയ ആ നാഥന്റെ ഭവനം, അതാണ് കഅബ എന്ന് പറയുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചരിത്രം കാണുന്നുണ്ട്. അതായത് അവരെങ്ങനെ വിവിധ ഗോത്രങ്ങളായിട്ട് ജീവിക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ അവർ ജീവിക്കുമ്പോൾ ധാരാളം യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ വ്യാപകമായി അവരെ പിടികൂടുകയും ബന്ദിയാക്കുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഈ കഅബാലയത്തിന്റെ ജനകീയതയോടുകൂടി ഇവര് കഅബാലയത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഹറമിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അനമിൻ ഹറമില്ല എന്നാരെങ്കിലും ഏതെങ്കിലും കവർച്ചാ സംഘം അവരെ പിടികൂടിയാൽ പോലും അനമിൻ ഹറമില്ല, ഞാൻ ഹറമിൽ നിന്ന് വരുന്നയാളാണ് എന്ന് പറയുന്നതോടുകൂടി ഫ്രീ ആക്കുകയാണ്, വിമോചിപ്പിക്കുകയാണ്. അതാണ് കഅബാലയം അവർക്ക് നൽകിയ നിർഭയത്വം എന്ന് പറയുന്നത്. ആ നിർഭയത്വത്തെയാണ് കഅബാലയം എന്നും പ്രതിനിധീകരിക്കുന്നത്. ലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാതിലൂകും ഫീഹ്. ആ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് ഇങ്ങോട്ട് പോരാടാൻ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ, നിങ്ങളെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിട്ട് ആ കഅബാലയത്തിൽ കഴിഞ്ഞുകൂടുമ്പോ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അവർ വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. അതിനപ്പുറത്ത് നിങ്ങൾ ഒരിക്കലും തന്നെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവരോട് പോരാടാൻ പാടില്ല. ഫൈൻ ഖാതലൂകും ഫഖ്തുലൂഹും, ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. അതാ ഖുർആൻ പറഞ്ഞത്. ലാ യഹില്ലു ലിയഹദികും അൻ യഹ്മില ബിമക്കത്ത സിലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിൽ ഒരാൾക്കും ആയുധം വഹിക്കൽ അനുവദനീയമല്ല. മക്ക സമാധാനത്തിന്റെ വിളംബരം ചെയ്യുന്ന ഗേഹം തന്നെയാണ്. വൽ മസ്ജിദുൽ ഹറാമില്ലദി ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്. അത് ജനങ്ങളുടെ ഭവനമാണ്. അവിടത്തെ സ്ഥിരതാമസക്കാരെ, അവിടേക്ക് ചെന്നുപോയ വരുത്തന്മാരെ എന്ന് പറയാറുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ സംബന്ധിച്ച്. പക്ഷേ കഅബയെ സംബന്ധിച്ചിടത്തോളം, അവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബോധമില്ല. സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്, അങ്ങോട്ട് വന്ന ആളുകളും അവിടെയുള്ള ആളുകളും തുല്യരാണ്. അതാണ് കഅബ എന്ന് പറയുന്നത്. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീന. മക്കയുടെയും മദീനയുടെയും മഹത്വം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ ചവിട്ടാത്ത രണ്ട് പ്രദേശങ്ങളാണ് മക്കയും മദീനയും. അന്ത്യദിനത്തിൽ ദജ്ജാലിന്റെ ഉപദ്രവം എല്ലായിടങ്ങളിലും ഉണ്ടാവുമ്പോൾ ദജ്ജാൽ ചവിട്ടാത്ത രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് പ്രദേശങ്ങളാണ് മക്കയും മദീനയും. ഇല്ലാ അലൈഹി മലായികത്തുൻ സാഫീന യഹ്രിസൂനഹ. ആ മക്കയ്ക്കും മദീനയ്ക്കും കാവൽക്കാരായി അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവും. കുല്ലമാ അറാദ ദജ്ജാൽ വയദ്ഖുല ഫീ വാഹിദിൻ മിൻ അഖ്ബിഹാ യസുദ്ദുഹുൽ മലായികത്തു ബിസ്സുയൂഫ്. ദജ്ജാൽ അങ്ങോട്ട് പ്രവേശിക്കാൻ മുതിരുമ്പോ മലക്കുകൾ അവരുടെ ഖഡ്ഗം കൊണ്ട്, അവരുടെ വാളുകൾ കൊണ്ട് ദജ്ജാലിനെ തടയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഹജ്ജ് ലോകത്തോട് പറയുന്ന വലിയൊരു കാര്യം, മക്കയെ മാതൃകയാക്കിക്കൊണ്ട് ലോകത്തുടനീളം നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവുമുള്ള പ്രദേശങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് മക്കയെ അങ്ങനെ നിർഭയത്വത്തിന്റെ ഒരു നാടാക്കി മാറ്റിയത്. അവിടുത്തെ പുല്ലുപോലും പറിക്കാൻ പാടില്ല,
അവിടെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത ഒരു സമാധാനത്തിന്റെ പ്രതീകമായി മക്കയെ അവതരിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. സഹോദരങ്ങളെ, അങ്ങനെ സമാധാനത്തിന്റെ ഒരു ഗേഹം, ഒരു മാതൃകയായി കൊണ്ട് വലിയൊരു പ്രദേശത്തെ ഹറമിനെ അവതരിപ്പിക്കുന്ന ആ ഇസ്ലാമിനെ തന്നെ ഇന്ന് ലോകത്തെ പലരും ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും അടയാളമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നു. നമുക്കറിയാം, കശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഒരുപാട് ഭീകരാക്രമങ്ങളുടെ തുടർച്ചയാണ്. ഇതെല്ലാം നിഗൂഢമായിട്ടൊരു പദ്ധതിയോ ഒരു തിരക്കഥയോ എന്നൊക്കെ പറയാവുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഏതായാലും ഇസ്ലാം ഈ അർത്ഥത്തിലുള്ള എല്ലാ അക്രമങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും എതിരാണെന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയും. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ആരെങ്കിലും അന്യായമായിട്ടൊരു മനുഷ്യനെ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായിട്ടുള്ള ഭീകരമായ, ക്രൂരമായ, ഹീനമായ കൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളതെന്ന് ഖുർആൻ പറയാണ്, അല്ലാഹു പറയാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആരെങ്കിലും മരണക്കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ, രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള പുണ്യപ്രവൃത്തിയാണ് അയാൾ ചെയ്യുന്നത്. ഭീകരതയെ അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിന്റെ പിന്നിലെ ഗൂഢമായ അജണ്ടകൾ എന്താണെങ്കിലും അതെല്ലാം തന്നെ കൃത്യമായിട്ട് പുറത്തു വരേണ്ടുന്ന സമയങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇസ്ലാം ഈ അർത്ഥത്തിലുള്ള അക്രമങ്ങളെ എല്ലാറ്റിനെയും ഒരേ ഭാഷയിൽ, ഒരേ ശൈലിയിൽ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് അത് സമാധാനത്തെയാണ്, സൗഹൃദത്തെയാണ്, അതുപോലെ തന്നെ നിർഭയാന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെയാണ്. നമുക്കറിയാം സഹോദരങ്ങളെ, ഇങ്ങനൊരു ഭീകരാക്രമണം ഉണ്ടായപ്പോ അതിനെ പ്രതിരോധിക്കാൻ തന്നെ വന്ന വലിയൊരു വിഭാഗം ആളുകൾ, കശ്മീരികളിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ കുതിരസവാരിക്കാരൻ, അയാളുടെ കൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകളെ വെടിവെക്കുന്ന ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് നിരപരാധികളെ എന്തിനാണ് നിങ്ങൾ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ കുതിരസവാരിക്കാരനുണ്ടല്ലോ, 26 പേര് കൊല്ലപ്പെട്ടപ്പോ അവരുടെ കൂട്ടത്തിൽ ഒരാള് അയാൾ കൂടിയാണ്. എന്തിനാണ് അയാൾ രക്തസാക്ഷിത്വം നിർവഹിച്ചത്? അയാളുടെ പ്രതിനിധാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ലോകത്ത് സുരക്ഷിതത്വവും സമാധാനവും ആഗ്രഹിക്കുന്ന ആ ആശയത്തെ മുന്നോട്ട് വെക്കുന്ന മഹത്തായ ദർശനമാണ്. ലോകത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ലോകത്തെ തകർക്കാൻ വേണ്ടി, മനുഷ്യന്റെ സമാധാനം കെടുത്തിക്കളയാൻ ഏതെങ്കിലും പൈശാചിക ശക്തികൾ ഇറങ്ങുമ്പോ മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം നിങ്ങളെന്ന വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകളിൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ മലയാളികളിൽ 2 സഹോദരന്മാര് ഈ ആക്രമണത്തിന് ഇരയായപ്പോ ഒരു സഹോദരന്റെ മകള് പറഞ്ഞ കാര്യം, 2 കശ്മീരി യുവാക്കളെ സംബന്ധിച്ച് അവരെന്റെ സഹോദരങ്ങളാണ്, കശ്മീരിൽ നിന്നുള്ള എന്റെ സഹോദരങ്ങളാണ്. എല്ലാ ഘട്ടത്തിലും ആശുപത്രിയിൽ, മോർച്ചറിയിൽ, എല്ലാ ഘട്ടത്തിലും ഒരു ജ്യേഷ്ഠന്മാരെ പോലെ എന്റെ കൂടെ നിന്നു എന്ന് ആ സഹോദരി പറയുന്നൊരു വർത്തമാനമുണ്ടല്ലോ. സഹോദരങ്ങളെ, ആ ജ്യേഷ്ഠന്മാരെന്ന് പറഞ്ഞ ആ സഹോദരന്മാർ അവരെ പ്രതിനിധീകരിക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എയർപോർട്ടിൽ വെച്ച് ആ സഹോദരി അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, അത്തരം പ്രതിനിധാനങ്ങളായി മാറാനാണ് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും നമുക്ക് സാധ്യമാവേണ്ടത്. ആരെങ്കിലും മരണക്കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് അയാൾ നിർവഹിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ളതാണ്? ഹജ്ജ് ജീവിതത്തെ നവീകരിക്കുകയാണ്. മഹത്തായ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട്. അത് സത്യസാക്ഷ്യമാവുന്ന, ഷഹാദത്തുൽ ഹഖാവുന്ന മഹത്തായ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഈ ജീവിതത്തെ ആത്മീയമായിട്ട് നവീകരിക്കുകയാണ് ഹജ്ജിലൂടെ. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിതകൂനൂ ശുഹദാ അലൻ നാസി വയകൂന റസൂലു അലൈക്കും വയകൂന റസൂലു അലൈക്കും ഷഹീദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനൂ ശുഹദാ അലൻ നാസ് എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഏതായാലും അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വേണ്ടതുപോലെ നിങ്ങൾ പരിശ്രമിക്കണം. അല്ലാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ദീനിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ആക്കിയിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് സമർപ്പിതർ മുസ്ലിങ്ങൾ
എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ഈ ഖുർആനിൽ നിങ്ങൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നു. മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും അള്ളാഹുവാണ് നിങ്ങൾക്ക് സമർപ്പിതർ, മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തത്. ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ദൗത്യം എന്താണെന്ന് അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിലൂടെ അതിനെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അല്ലാഹു തആല അറിയിക്കുകയാണ്. ഹാജിമാർ ഈ ഹജ്ജാവുന്ന ജീവിതത്തെ നവീകരിക്കുന്ന മഹത്തായ ആരാധന നിർവഹിച്ചതിന് ശേഷം അവരുടെ ദൗത്യത്തിലേക്ക് ഇറങ്ങുക എന്ന മഹത്തായ ഉത്തരവാദിത്തം വിസ്മരിക്കരുത്. ആ ദൗത്യം എന്താണെന്ന് അല്ലാഹു പറയാണ്, ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവണം. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ പ്രവാചകന്റെ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഇസ്ലാമിന്റെ മഹത്തായ സാക്ഷ്യം ഷഹാദത്തുൽ ഹഖ് നിങ്ങളുടെ മുമ്പിൽ നിർവഹിച്ചതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ മിതത്വത്തിന്റെ സാക്ഷ്യം തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും പോവാതെ ഒരു ഉമ്മത്തുൻ വസത്തായി നിലനിന്നുകൊണ്ട് ദീനിന്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാവണം. അതിനുവേണ്ടിയാണ് പല ആരാധനകളിലൂടെയുമായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൗത്യ നിർവഹണവും പ്രധാനം തന്നെയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനകളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഓരോ പ്രത്യേക സമയങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളും പ്രദേശങ്ങളുമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം പ്രാർത്ഥനകൾ ഏറ്റവും അധികം അധികരിക്കേണ്ടുന്ന കാലമാണ് പ്രതിസന്ധിയുടെ ഈ പുതിയ കാലം എന്ന് പറയുന്നത്. ആഗോളാടിസ്ഥാനത്തിൽ ഫലസ്തീൻ പ്രതിസന്ധി, ഗസയിലെ പ്രയാസങ്ങളും ദുരന്തങ്ങളും എല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ദേശീയാടിസ്ഥാനത്തിൽ വഖഫ് ബില്ലടക്കമുള്ള വലിയ പ്രതിസന്ധികളും വലിയ പ്രതിഷേധങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ ഹാജിമാർ മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് വേണ്ടി എല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മുസ്ലിം ലോകവും രാജ്യവും ലോകത്തിന്റെ ഭാവിയും ഫലസ്തീൻ മക്കളും രാജ്യത്തിന്റെ ഭാവിയും എല്ലാം തന്നെ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കണം. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ആ അറഫ മൈതാനിയിൽ ആത്മവിചാരണ നിർവഹിച്ചുകൊണ്ട് നാം നിൽക്കുന്ന ഘട്ടത്തിൽ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പറഞ്ഞതുപോലെ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടിയും എല്ലാം തന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാവണം, ഹാജിമാർക്ക് സാധ്യമാവണം. സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ ഉമ്മത്തും രാജ്യവുമെല്ലാം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കി തരുമാറാവട്ടെ. ഭീകരാക്രമണത്തിന് ഇരയായിക്കൊണ്ട് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ധാരാളം ആളുകൾ അവർ മരിച്ചുപോയ അവസ്ഥാവിശേഷമുണ്ടായി. അല്ലാഹു തആല അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനവും ക്ഷമയും അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരാൻ റബ്ബ് തആല നമ്മെ എല്ലാവരെയും അതുപോലെ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ച ആളുകളെ പ്രത്യേകമായിട്ട് അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനനായ ജമാൽ പാനായിക്കുളം അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. നമ്മുടെ ഈ പരിപാടിയിൽ ഹജ്ജിൻ്റെ ആത്മാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ അബ്ദുൽ ഹക്കീം നദ്വി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ ഹുദാ വസല്ലമ അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി
യഫ്ഖഹു ഖൗലി. അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ജമാൽ സാഹിബ്, വേദിയിലുള്ള ബഹുമാന്യനായ മേഖലാ നാദിം അബൂബക്കർ ഫാറൂഖി സാഹിബ്, മറ്റു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയരായ നേതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഹാജിമാരെ, ഹാജകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണോ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അത് അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും അതിൻ്റെ എല്ലാ ഇഹ്സാനിയത്തോടും കൂടി പൂർത്തീകരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാദ്യമായി അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുത്തവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിന് പോകുന്നവരുടെ മുമ്പിൽ, പ്രൈവറ്റായി പോകുന്ന ആളുകളുടെ മുമ്പിൽ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും അങ്ങേയറ്റത്തെ ഉത്കടമായ ആഗ്രഹത്തോടു കൂടിയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി ആ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം സ്വപ്നമായി മനസ്സിൽ താലോലിച്ച് മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സം വലിയ വേദനയുണ്ടാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങളും പ്രതിസന്ധികളുമാണോ ഉള്ളത്, അതെല്ലാം അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് അതെല്ലാം എന്ന് നമുക്കറിയാം. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പരിശുദ്ധമായ ഹജ്ജും ഉംറയും അതിൻ്റെ എല്ലാ ആത്മീയ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആയുസ്സിൽ ഒരു തവണ മാത്രം നിർവഹിക്കേണ്ട ഒരു ഇബാദത്ത്, ജീവിതത്തിൽ അതല്ലാതെ മറ്റൊന്നുമില്ല, ഹജ്ജ് മാത്രമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയുസ്സിൽ ഒരു തവണ നിർവഹിക്കേണ്ട ഇബാദത്ത് എന്ന നിലക്ക് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ പെർഫെക്ഷനോടും കൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഹജ്ജിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹ് പറയുന്നത് അങ്ങനെയാണ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി നിങ്ങൾ നിർവഹിക്കുക, അതിൻ്റെ പെർഫെക്ഷനോടുകൂടി നിങ്ങൾ നിർവഹിക്കുക. ചിലരെങ്കിലും ഹജ്ജും ഉംറയും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഒന്നും കൂടി പോകണം, കാരണം ചെയ്തത് ശരിയായിട്ടില്ല. തവാഫ് 7-6 പോയോ, അല്ലെങ്കിൽ സഅയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായോ, ഇങ്ങനെ ചില വസുവാസുകൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഒന്നും കൂടി പോകണം എന്ന് പറയും. അതിനുള്ള അവസരം ഉണ്ടാകാൻ പറ്റില്ല. ചെയ്യുന്നത് നമ്മൾ ഏറ്റവും പെർഫെക്ഷനോടുകൂടി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സങ്കീർണതകളും ആശയക്കുഴപ്പങ്ങളും നിഗൂഢതകളുമുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ല. വളരെ അനായാസേന, വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ്. ചിലപ്പോഴെങ്കിലും നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ കേൾക്കുന്ന ചില പ്രഭാഷണങ്ങളൊക്കെ
അത് വല്ലാതെ സങ്കീർണതയുള്ള ഒന്നാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് ചൊല്ലിപ്പറയേണ്ട ഒന്നുമില്ലാത്ത കർമ്മങ്ങൾ മാത്രമുള്ള ഒരു ഇബാദത്താണ്. നാവ് കൊണ്ട് നമ്മൾ നിർബന്ധമായും പറയേണ്ട ഒരു വാക്ക് പോലും ഹജ്ജിലും ഉംറയിലുമില്ല. എല്ലാം സുന്നത്തായ പ്രാർത്ഥനകളാണ്. ദിക്റുകളും പ്രാർത്ഥനകളും എല്ലാം സുന്നത്താണ്. ഏതെങ്കിലും ഒരു ദുആ ഒഴിവായി, ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലാതെ പോയി എന്നതുകൊണ്ട് നമ്മുടെ ഹജ്ജും ഉംറയും ഒരിക്കലും സ്വീകാര്യമല്ലാതെ പോകില്ല. എന്നാൽ അതെല്ലാം വേണം, യാതൊരു സംശയവുമില്ല. അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വഭാവത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ ഹജ്ജ് എന്ന് പറയുന്നത് കർമ്മമാണ്. പ്രാർത്ഥനകളും ദിക്റുകളും എന്നതിനേക്കാൾ ഹജ്ജ് എന്ന് പറയുന്നത് കർമ്മമാണ്. ആ കർമ്മത്തിൻ്റെ രൂപവും സ്വഭാവവും ഒക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ എൻ്റെ ശേഷമുള്ള പ്രഭാഷണത്തിൽ ബഹുമാന്യനായ റഫീഖുർ റഹ്മാൻ സാഹിബ് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കും എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സൗഭാഗ്യമാണ്. നമ്മളതിന് അവസരം കിട്ടിയവരാണ്. ഹജ്ജിന് പോകാൻ തയ്യാറെടുത്ത ആളുകളുടെ കൂടെയുള്ള ചില ആളുകളെങ്കിലും ചിലപ്പോൾ ഇതിനകത്തുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകാത്തവരും ചിലപ്പോൾ ഇവിടെ ഉണ്ടായേക്കാം. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട പലരും ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭ്യമല്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഉണ്ടായിരിക്കും. തീർച്ചയായും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി വളരെ എളുപ്പത്തിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയും. സാമ്പത്തികമാണ് പലപ്പോഴും ഹജ്ജിൻ്റെ മുമ്പിൽ ഒരു തടസ്സമായി ഉണ്ടാവാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ മുമ്പിൽ സമ്പത്ത് വലിയൊരു തടസ്സമൊന്നുമല്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 5 പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ഒരാൾക്ക് ഹജ്ജിന് പോവാം. 5 പവൻ സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ഹജ്ജിന് പോവാം. എന്ന് പറഞ്ഞാൽ ഒരു 2 പവൻ ഒരു കടകവളയും ഒരു 3 പവൻ്റെ പാദസരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിറ്റാൽ ഇന്ന് ഹജ്ജിന് പോകാം. അത്ര വേണ്ടുള്ളൂ. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് നമ്മൾ ഒരു 50 ലക്ഷം ബജറ്റിലുണ്ടെങ്കിൽ അതൊരു 45 ലക്ഷത്തിൻ്റെ ബജറ്റിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജിന് പോകാം. നമ്മൾ വീട്ടിലിടുന്ന ഗ്രാനൈറ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ചെറിയ കോംപ്രമൈസ് നടത്തി കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് ഹജ്ജിന് പോകാം. iPhone 16 Pro എന്ന് പറയുന്ന ഫോണിന് 1,60,000 രൂപയാണ് വില. അങ്ങനത്തെ 2 ഫോൺ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ ഇന്ന് ഹജ്ജിന് പോയി വരാം. അപ്പോൾ അത്രേ യഥാർത്ഥത്തിൽ വേണ്ടതുള്ളൂ. പക്ഷെ നമ്മൾ സമ്പത്ത് എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ മുമ്പിൽ വലിയ ഒരു തടസ്സമാണെന്ന് വിചാരിച്ച് ഹജ്ജിന് പോകാതെ, എന്നാൽ ജീവിതത്തിൻ്റെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങളും നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് ഇനി ദുനിയാവിൽ ഒന്നും ബാക്കിയില്ല. മക്കളെ കെട്ടിച്ച് മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാക്കി, വീടുണ്ടാക്കി, കാറ് വാങ്ങി, മൊബൈൽ ഫോൺ വാങ്ങി, അങ്ങനെ എല്ലാ ദുനിയാവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും പൂർത്തീകരിച്ച് എന്നിട്ടും ബാങ്കിൽ പൈസ ബാക്കിയാണ്, എന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ച് ചെയ്യേണ്ട ഒരു ഇബാദത്തല്ല യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഒന്നാമത്തെ അവസരം നമ്മൾ ഹജ്ജിന് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ലഭ്യമാകുന്ന ഒന്നാമത്തെ അവസരം. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബഹുമാന്യനായ സുഹൈബ് മൗലവിയുടെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഹജ്ജ് എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. മൻ അറാദൽ ഹജ്ജ ഫൽ യതഅജ്ജൽ. ഒരാൾ ഹജ്ജ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാകുന്ന അവസരം പിന്നെ ഒരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹു യംരിദുൽ മരീദ്, ചിലപ്പോൾ നിങ്ങൾ രോഗിയായി മാറിയേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വഴി തടസ്സമുണ്ടായേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ വലിയ വേറെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഒന്നാമത്തെ അവസരം നിങ്ങൾ ഹജ്ജിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്നത്. ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹജ്ജിനൊരു ചരിത്രം പറയാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്ലാമിലെ മറ്റുള്ള ആരാധനകൾക്ക് ഒരു ചരിത്രം പറയാനില്ല. ഇപ്പം നിസ്കരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ചരിത്രത്തിൻ്റെ പിൻബലത്തിലല്ല നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്.
നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തും അങ്ങനെ ഒരു ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി നിർബന്ധമാക്കിയ ആരാധനയല്ല. സക്കാത്തും അങ്ങനെ ചരിത്രമൊന്നും അതിന് പറയാനില്ല. അത് വളരെ സ്വതന്ത്രമായ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങളാണ്. എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജിന് ഒരു വലിയ ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. ആ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി നിർവഹിക്കപ്പെടുന്ന ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് ഖുർആനിൽ വളരെ പരിമിതമായി മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ കുറച്ചുള്ളൂ. അഖീമുസ് സ്വലാത്ത്, നിസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഖുർആനിൽ എവിടെയും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. കാരണം അതിൻ്റെ വിശദാംശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ എവിടെയും പറയുന്നില്ല. റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് ഖുർആനിൽ ആകെ പറയുന്നത് വെറും 5 ആയത്തുകളിലാണ്. സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് 1.25 പേജ് നീണ്ടു നിൽക്കുന്ന 5 ആയത്തുകളിലാണ് ആകെ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. സക്കാത്തിന്റെ വിശദാംശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റൂല. എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജിനെ കുറിച്ച് ഒരു ആരാധന എന്ന നിലക്ക് മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ പ്രതിപാദിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നല്ല, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അള്ളാഹു നിശ്ചയിച്ചത് സൂറത്തുൽ ഹജ്ജ് എന്നാണ്. ഖുർആനിൽ സൂറത്തു സ്വലാത്ത് ഇല്ല, സൂറത്തു സിയാം ഇല്ല, സൂറത്തു സക്കാത്ത് ഖുർആനിലില്ല. എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരാധനയുടെയും പേര് വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്തിനും അള്ളാഹു വെച്ചിട്ടില്ല. എന്നാൽ സൂറത്തുൽ ഹജ്ജ് അള്ളാഹിന്റെ ഖുർആനിലുണ്ട്. ആ പേര് മറ്റുള്ള സൂറത്തുകൾക്ക് പേരിട്ടതുപോലെ അള്ളാഹ് ഇട്ട പേരല്ല. ഇപ്പൊ സൂറത്തുൽ ബഖറക്ക് അൽ ബഖറ എന്ന് പേര് പറഞ്ഞത് 286 ആയത്തുള്ള ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് പശുവിനെ കുറിച്ച് പറയുന്ന അധ്യായമായതുകൊണ്ടല്ല. ആണോ? അല്ലല്ലോ. പശുവിനെ കുറിച്ച് ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു അൽ ബഖറ എന്ന് പറയുന്ന ആ ഭാഗത്ത് അൽ ബഖറ എന്ന് പറയുന്ന ആ വാക്ക് 2-3 തവണ ആവർത്തിക്കപ്പെട്ടു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പശുവും സൂറത്തുൽ ബഖറയും തമ്മിൽ ഒരു ബന്ധമല്ല. അത് വേറെയാണ് അതിൽ പറയുന്ന പ്രതിപാദ്യം. എന്നാൽ സൂറത്തുൽ ഹജ്ജ് അങ്ങനെയല്ല. സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന ആ സൂറത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരാവർത്തി അർത്ഥസഹിതം വിശദീകരണ സഹിതം പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഹജ്ജ്. ഇനി അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട, അത് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഹജ്ജ് ശരിയാവില്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ സൂറത്ത് നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അർത്ഥസഹിതം വിശദീകരണ സഹിതം വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹജ്ജിന്റെ ആത്മാവ് എന്താണ് എന്ന് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ സൂറത്തിന്റെ പ്രതിപാദ്യം മഹാഭൂരിപക്ഷവും ഹജ്ജിന്റെ ആത്മാവും ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നവർ ഹാജി ആരായിരിക്കണം എന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഹജ്ജ്. ആ സൂറത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സഅതി ലശൈഉൻ അളീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സഅതി ശൈഉൻ അളീം എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഹജ്ജ് അള്ളാഹു ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് പടച്ചതമ്പുരാനിൽ തഖ്വയുള്ളവരായി നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കണം. ഹജ്ജിന്റെ പാഥേയത്തെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രയോഗമുണ്ട്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. ഇതാണ് ഖുർആന്റെ ഭാഷ. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് വേണ്ട എല്ലാ പാഥേയങ്ങളും നിങ്ങൾ ഒരുക്കി വെക്കണം. ഹജ്ജിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ നടത്തണം. യാത്രക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. എന്താണ് ഹജ്ജിന്റെ പാഥേയത്തിന്റെ പ്രത്യേകത? ഹജ്ജിന്റെ പാഥേയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ മരുന്ന് കരുതി വെക്കലല്ല, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കലല്ല, നിങ്ങൾക്ക് ഉംറ നിർവഹിക്കുവാൻ ആവശ്യമായ വസ്ത്രം തയ്യാറാക്കലല്ല. ഇതൊക്കെ വേണം. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഹജ്ജിന്റെ പാഥേയത്തിന്റെ പ്രത്യേകത ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങളുടെ കൈവശമുണ്ടാകേണ്ട പാഥേയം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വ കൈമുതലാക്കിക്കൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്.
ആ തഖ്വയെ മാറോട് അണച്ചു ചേർത്തുകൊണ്ട്, ആ തഖ്വയെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട്, ആ തഖ്വയെ നമ്മളുടെ രക്തം സഞ്ചരിക്കുന്ന ധമനികളിലൂടെ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുമ്പോൾ തന്നെ അല്ലാഹ് പറയാണ്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം ഇന്ന സൽസലത സഅതി ശൈഉൻ അളീം, നിങ്ങൾക്കൊരു സമയം വരാനുണ്ട്. ഈ ദുനിയാവിന്റെ ഒരു അവസാനമുണ്ട്. ഈ ലോകം എന്നൊന്നും ഇതുപോലെ നിലനിൽക്കുകയില്ല. യൗമുൽ ഖിയാമ എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വലിയ ഒരു മഹാസംഭവമാണത്. അങ്ങനെ ഈ ദുനിയാവ് അവസാനിച്ചുകൊണ്ട് വേറെ ഒരു ലോകത്തേക്ക് നിങ്ങൾ മാറ്റപ്പെടുമ്പോൾ, ആ മാറ്റപ്പെടുന്ന ലോകത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയണം. അങ്ങനെ വിജയിക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പടച്ചതമ്പുരാൻ ആ സൂറത്ത് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? നേരത്തെ സുഹൈബ് മൗലവി ആയത്ത് ഇവിടെ ഓതി വെച്ചിരുന്നു, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജ്തബാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. പടച്ചതമ്പുരാൻ ഹജ്ജിന്റെ ഒരുപാട് വിശദാംശങ്ങൾ ആ സൂറത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ടതുപോലെ നിങ്ങൾ ജിഹാദ് ചെയ്യണം. അതിനുവേണ്ടി ഹുവജ് തബാക്കും, നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങളെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണമെന്ന് പറയുന്നത്, മറിച്ച് മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വിശ്രമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നീട് നിങ്ങൾക്ക് സ്വസ്ഥമായി മറ്റുള്ള ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മറിച്ച് ആ കർമ്മം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ ഇബ്രാഹിമി മില്ലത്തിന്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിശ്രമമില്ലാത്ത ജീവിതം നയിക്കുന്നവരായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത് മറ്റുള്ള സൂറത്തുകൾക്ക് പേരിട്ടതുപോലെ കേവലം ഒരു പേര് മാത്രമല്ല, മറിച്ച് ഹജ്ജിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണോ മനസ്സിലാക്കേണ്ടത്, ആ മനസ്സിലാക്കേണ്ടതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ വളരെ ബോധപൂർവം ഉൾപ്പെടുത്തിയ അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ഹജ്ജ്. അങ്ങനെ ഒരു സൂറത്ത് മറ്റുള്ള ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കുകയില്ല. എന്താണ് മില്ലത്തു ഇബ്രാഹിം എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹജ്ജിനൊരു ചരിത്രം പറയാനുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹജ്ജിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യം. ഹജ്ജിന്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഹജ്ജിന്റെ ചരിത്രം പറയാതെ എന്താണ് ഹജ്ജിന്റെ ആത്മാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഹജ്ജിന്റെ ചരിത്രത്തിൽ 3 വ്യക്തികളാണ് നമ്മളുടെ മുമ്പിൽ കടന്നു വരിക. അവരാരാണെന്ന് നമുക്കറിയാം. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, രണ്ടാമത്തേത് അവരുടെ പ്രിയപ്പെട്ട പത്നി ഹാജറ റളിയല്ലാഹു തആല അൻഹ, മൂന്നാമത്തേത് അവരുടെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ 3 വ്യക്തികളുടെ ചരിത്രമാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ആ 3 വ്യക്തികളുടെ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് ഹജ്ജിന്റെ ഒരു കർമ്മവും നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആദ്യമായി പരിശുദ്ധമായ കഅബയാണല്ലോ കാണുക. ആ കഅബ കാണുമ്പോൾ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ പരിശുദ്ധമായ കഅബ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് മറക്കാൻ കഴിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ കഅബയെ നമുക്ക് കാണാൻ കഴിയോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കാണാതെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മുഖം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരാതെ കഅബ എന്ന് പറയുന്ന ആ കറുത്ത മന്ദിരത്തെ നമുക്ക് നോക്കാൻ കഴിയോ? ഇല്ലല്ലോ. കാരണം ആ കഅബ എന്ന് പറയുന്ന മന്ദിരം ഈ ലോകത്ത് ഇന്ന് കാണുന്നത് പോലെ പുനർനിർമ്മിച്ചത് ഈ 2 വ്യക്തികളായിരുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വ്യക്തികളെ മറന്നുകൊണ്ട്, ആ വ്യക്തികളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാതെ കേവലം ചില ദിക്റുകളും പ്രാർത്ഥനകളും മാത്രം ഉരുവിട്ടുകൊണ്ട് കാണാപാഠം പഠിച്ച് നമ്മൾ കഅബയെ കണ്ട് തവാഫ് ചെയ്താൽ ആ തവാഫ് അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന തവാഫായി മാറൂല. മറിച്ച് അത് കേവലം ഒരു യാന്ത്രികമായ ചടങ്ങ് മാത്രമായി മാറും.
യാന്ത്രികമായ ചടങ്ങായി മാറാതെ ആ കർമ്മത്തിന്റെ ആത്മാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കത് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുഖം നമ്മുടെ മുമ്പിൽ ഓർമ്മ വരണം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മുഖം ഓർമ്മ വരണം. ആ ത്വാഫ് കഴിഞ്ഞ് സംസം വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ സഅയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് സംസം എന്ന് നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്റെ പ്രിയപ്പെട്ട പത്നിയെയും കൊച്ചുമകനെയും തനിച്ചാക്കിക്കൊണ്ട് ഒരു സസ്യം പോലും മുളച്ചു പൊന്താൻ സാധ്യതയില്ലാത്ത മരുഭൂമി. അള്ളാഹുവിന്റെ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു ബിവാദിൻ ഗൈരി ദീ സർഇൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹുവേ, ഞാൻ ഈ സന്തതികളെ ഇവിടെ തനിച്ചാക്കിക്കൊണ്ട് പോകുന്നത് ഒരു ചെറിയ സസ്യം പോലും മുളച്ചു വന്നാൻ സാധ്യതയില്ലാത്ത ഈ മണ്ണിലാണ്. അന്നത്തെ മക്കയെ കുറിച്ച് പറയുന്നത്, ആ മക്കയുടെ മുകളിലൂടെ ഒരു പറവ പാറിപ്പറന്നാൽ ആ പറവ കരിഞ്ഞുണങ്ങി നിലത്തേക്ക് വീഴും. കാരണം ഒരു പറവക്ക് ആകാശത്തുകൂടെ പറക്കാൻ പോലും കഴിയാത്ത വിധം ചുട്ടുപൊള്ളുന്ന മണലാരണ്യമാണത്. ജീവജാലങ്ങൾക്ക് ജീവിക്കുവാൻ യാതൊരു വിധത്തിലും നിവൃത്തിയുമില്ലാത്ത ആ കൊടും മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും തനിച്ചാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാജറ ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാന്റെ കൽപ്പന പ്രകാരമാണല്ലോ. അള്ളാന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ ഇതെല്ലാം പടച്ചതമ്പുരാൻ ഞങ്ങളെ ഒരിക്കലും പാഴാക്കി കളയുകയില്ല എന്ന് പറഞ്ഞ് ആ സഫയുടെ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ ചെറിയ കുഞ്ഞ് വെള്ളം കിട്ടാതെ കാലിട്ടടിച്ച് പ്രയാസപ്പെടുമ്പോ ആ വെള്ളത്തിനു വേണ്ടി സഫയുടെയും മർവയുടെയും ഇടയിൽ ഹാജറ റളിയല്ലാഹു തആല ഓടി അവസാനം അള്ളാഹുവിന്റെ അത്ഭുതപരമായ ഇടപെടലിന്റെ ഭാഗമായി ഒരു മുഅ്ജിസത്ത് എന്ന സ്വഭാവത്തിൽ ആ വെള്ളം പൊട്ടിയൊഴുകുമ്പോ ആ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ സഅയിലേക്ക് പോകുമ്പോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ നമ്മുടെ മനസ്സിലേക്ക് വരൂലേ? ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെ ആ ഓട്ടത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് സഅയ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ഇതൊന്നും കേവലം ഒരു ചടങ്ങല്ല. ആ ചടങ്ങിന്റെ പിന്നിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സംവിധാനിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ആവിഷ്കാരം നമ്മൾ നിർവഹിക്കുന്ന കർമ്മം എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മില്ലത്തു ഇബ്രാഹീമിന്റെ ഭാഗമായിട്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. മില്ലത്തു ഇബ്രാഹീമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉംറ നിർവഹിക്കുന്നത്. ആ ഇബ്രാഹീമി മില്ലത്തിന്റെ പാരമ്പര്യത്തെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മില്ലത്തിനെ പരിഗണിക്കാതെ, ആ മില്ലത്തിന്റെ ഗൗരവം എന്തെന്ന് തിരിച്ചറിയാതെ, ആ മില്ലത്തിന്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാതെ കേവലം ചടങ്ങുകൾ മാത്രം നിർവഹിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്നവർ പരമവിഡ്ഢികളല്ലാതെ മറ്റാരും ആവുകയില്ല. ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മില്ലത്തു ഇബ്രാഹീമിന്റെ ആ പാരമ്പര്യത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ലമിനൽ ആഖിറതി വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ തുറന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തു. ഈ ദുനിയാവിൽ നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവികൾ നൽകി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിൻപറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നതും കാണാൻ സാധിക്കും. അല്ലാഹു ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല. മാ കാന യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് മറ്റൊരു സ്ഥലത്തും അല്ലാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം എല്ലാ അബ്രഹാമിക് മതങ്ങളും അവകാശപ്പെടുന്നവരാ എന്ന് പറഞ്ഞാൽ ദൈവിക മതങ്ങൾ എന്ന് പറയുന്ന ജൂതന്മാരുടെ പാരമ്പര്യം ഇബ്രാഹിമാണെന്ന് അവർ അവകാശപ്പെടും. ക്രിസ്ത്യാനികൾ അവരുടെ പാരമ്പര്യം ഇബ്രാഹിമാണെന്ന് അവകാശപ്പെടും. എന്നാൽ അല്ലാഹ് പറയാണ്, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജൂതനായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ക്രിസ്ത്യാനിയായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയിലെ മുശ്രിക്കീങ്ങൾ അവകാശപ്പെടുന്ന പോലെ കഅബക്കകത്തുണ്ടായിരുന്ന ഒരു ബിംബമായിരുന്നില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച് നേരായ മാർഗത്തിൽ ജീവിതം ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ യഥാർത്ഥ മുസ്ലിമായി ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന മഹാവിപ്ലവകാരിയായ പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞു, നീ മുസ്ലിം ആവണം, ജീവിതം അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ മറ്റൊരു മറുചോദ്യവുമില്ലാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിന്റെ മറുപടി പറയുന്നത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിന്റെ മുമ്പിൽ ഞാൻ എന്റെ ജീവിതം ഇതാ സമർപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റണമെന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന കാര്യം എന്താണോ ആ കൽപ്പന മറുചോദ്യമില്ലാതെ സമ്പൂർണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിന്റെ പേരാണ് മില്ലത്തു ഇബ്രാഹിമിന്റെ ഭാഗമായി മാറുക എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകത അതാ, എന്ത് കൽപ്പന അള്ളാന്റെ മുമ്പിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ എന്ത് കൽപ്പന പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ആ കൽപ്പനയുടെ മുമ്പിൽ ഒരു മറുചോദ്യമില്ലാതെ എന്തിനാണ് അള്ളാഹുവേ എന്നോട് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകനെയും തന്റെ പ്രിയപ്പെട്ടവളെയും തനിച്ചാക്കിക്കൊണ്ട് മക്ക മരുഭൂമിയിൽ വിട്ടേച്ചു പോകാൻ അള്ളാന്റെ കൽപ്പന വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നില്ല, എന്തിനാണ് പടച്ചോനെ ഇങ്ങനെ ഒരു കൽപ്പന, ഇങ്ങനെ ഈ പ്രയാസപൂർണമായ ഈ മണ്ണിൽ ഇവരെ തനിച്ചാക്കിക്കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന ഒരു മറുചോദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാന്റെ മുമ്പിൽ വെക്കുന്നില്ല. മറിച്ച് ആ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കാൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പിന്നെ ആ ഭരണകൂടം കൽപ്പിച്ചു. ആ കൽപ്പനയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ആ പരീക്ഷണത്തെ ചോദ്യം ചെയ്യാതെ പടച്ചവനെ എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന മറുചോദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചിട്ടില്ല. അവസാനം ആറ്റുനോറ്റ് ആ ദമ്പതികൾക്കൊരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിനെ പടച്ചതമ്പുരാൻ അള്ളാന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോ ആ ബലി കൊടുക്കാനുള്ള കൽപ്പനയുടെ മുമ്പിലും പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒരു ചോദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നില്ല. എങ്ങനെയാണ് പടച്ചവനെ ഞാനത് ചെയ്യാ? എന്റെ മോന്റെ കഴുത്തിൽ ഞാൻ അങ്ങനെ കത്തിവെക്കും, എങ്ങനെയാണ് ഒരു വാപ്പാക്ക് അതിന് സാധിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു മറുചോദ്യമില്ലാതെ എന്താണോ അള്ളാഹുവിന്റെ കൽപ്പന ആ കൽപ്പന അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അനുസരണയുള്ള മുസ്ലിമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വഇദ് ഇബ്തല ഇബ്രാഹിമ റബ്ബഹു ബികലിമാതിഹി ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് ഇബ്തല ഇബ്രാഹിമ റബ്ബഹു, പടച്ചതമ്പുരാൻ പല സ്വഭാവത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെല്ലാം പൂർണ്ണമായും അതിൽ വിജയശ്രീലാളിതനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ആ പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും തളർന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റാൻ വേണ്ടി അള്ളാഹു മുസ്ലിം ഉമ്മത്തിനോട് ആവശ്യപ്പെടുമ്പോ ആ മില്ലത്തിന്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോ എന്തിനു വേണ്ടി പോകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ചതുപോലെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിന്റെ കൽപ്പന എന്താണെങ്കിലും ആ കൽപ്പന ജീവിതത്തിൽ അനുസരിച്ച് പാലിച്ചുകൊണ്ട് നിനക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് തിരിച്ച് ഈ മണ്ണിലേക്ക് ഞാൻ വന്നാൽ ആ വന്നവനെ കുറിച്ച് നേരത്തെ ഇവിടെ ഹദീസിൽ പറഞ്ഞതുപോലെ റജഅക യൗമി വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി ആ ഹാജ് എയർപോർട്ടിൽ തിരിച്ചിറങ്ങുമ്പോ ഒരു കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചു വന്ന ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ പിന്നെ എങ്ങനെയാണോ ജീവിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് അതുപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന പ്രഖ്യാപനമാണ് പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ഒരു ഹാജി അള്ളാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിൻപറ്റാൻ വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ആ മില്ലത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്ക് കഴിയണം.
അങ്ങനെ പറയുമ്പോൾ ഇത്തബിഉ മില്ലത ഇബ്രാഹിം എന്ന് അല്ലാഹു നമ്മോട് പറയുമ്പോൾ അതിന്റെ ഒരു മറുവായന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാ തത്തബിഉ മില്ലത ബനി ഇസ്രായീൽ എന്നത് കൂടിയാണ്. ലാ തത്തബിഉ മില്ലത ബനി ഇസ്രായീൽ, നിങ്ങൾ ബനു ഇസ്രായീലിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവായനയാണത്. നിങ്ങൾ ബനു ഇസ്രായീലിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. എന്താ ബനു ഇസ്രായീലിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ കൽപ്പനകളുടെ മുമ്പിൽ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തി അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് കുതറിമാറാൻ നിരന്തരമായി ശ്രമിച്ച ഒരു ജനവിഭാഗത്തിന്റെ പേരാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ജനവിഭാഗം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ ആ ജനതയോട് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു അൽ ബഖറ, ഒരു പശുവിനെ അറുത്ത് ബലി കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരാള് മറ്റൊരാളെ വധിച്ചപ്പോ ആ കൊല ചെയ്തവൻ ആരാണെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം കൂടിയാണത്. ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതി, ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ ആ പശുവിനെ അറുക്കാൻ അവർ തയ്യാറായില്ല. അള്ളാഹിനോട് അവർ ചോദിച്ചു, ഏത് പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത്? അപ്പൊ അള്ളാഹ് വ്യക്തമാക്കി കൊടുത്തു, ഈ പശുവിനെ ഇറക്കണം. വീണ്ടും അവർ ചോദിക്കാണ്, ആ പശുവിന്റെ നിറം ഏതായിരിക്കണം? അങ്ങനെ നിറം അള്ളാഹ് പറഞ്ഞു കൊടുത്തു. നിറം പറഞ്ഞു കൊടുത്തപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഏത് പശുവിനെയാണ് അറുക്കേണ്ടത്. വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ പശുവിനെ അറുക്കുക എന്ന് പറയുന്ന കൽപ്പനയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയ ഒരു ജനതയുടെ പേരാണ് ബനു ഇസ്രായേലെങ്കിൽ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിന്റെ മുമ്പിൽ ഞാനിതാ എന്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ ആ കൽപ്പന മറുചോദ്യമില്ലാതെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. അല്ലാമ ഇഖ്ബാലിന്റെ വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്, യേ ദൗർ അപ്നെ ഇബ്രാഹിം കി തലാഷ് മേ ഹേ സനം കിദാ ഹേ ജഹാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം പറയാണ്, ഈ കാലഘട്ടം യേ ദൗർ അപ്നെ ഇബ്രാഹിം കി തലാഷ് മേ ഹേ, ഈ കാലഘട്ടം ഉണ്ടല്ലോ ഇബ്രാഹിമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇബ്രാഹിമുകളെ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. അള്ളാന്റെ ദീന വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ 18 പയറ്റി അതിശക്തമായ ഇസ്ലാം വിരുദ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സാമൂഹിക സാഹചര്യത്തിൽ ഇല്ലാതാക്കുവാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാമ ഇഖ്ബാലിന്റെ ഈ കവിതയുടെ മനോഹരമായ വരിയുണ്ടല്ലോ, യേ ദൗർ അപ്നെ ഇബ്രാഹിം കി തലാഷ് മേ ഹേ, ഈ കാലഘട്ടം ഉണ്ടല്ലോ ഇബ്രാഹിമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സനം കിദാഹേ ജഹാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം അതിന്റെ എല്ലാ ആർജവത്തോടെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കപ്പുറം ഒരു ബിംബത്തിനും ഈ നാട്ടിൽ ഈ ലോകത്തിന് സ്ഥാനമുണ്ടാവുകയില്ല. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കപ്പുറം മറ്റുള്ള ബിംബങ്ങൾ ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഞാനും നിങ്ങളും തിരിച്ചു വന്നാൽ ആ തിരിച്ചു വന്ന ഹാജിയിൽ നിന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു ഇബ്രാഹിമായി മാറണമെന്നതാ. നിങ്ങളൊരു ഹാജറയായി മാറണം, നിങ്ങളൊരു ഇസ്മായിലായി മാറണം. അങ്ങനെ ഹാജറയും ഇബ്രാഹിമും ഇസ്മായിലുമായി മാറാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന്റെ യഥാർത്ഥ പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസ്വത്തുൻ ഹസനയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാലും അത് ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായ, സാമൂഹ്യപരമായ, കുടുംബപരമായ, രാഷ്ട്രീയപരമായ, അതേപോലെ തന്നെ സദാചാരപരമായ, ധാർമ്മികപരമായ, സാംസ്കാരികപരമായ, നാഗരികപരമായ എന്തെല്ലാം ജീവിതത്തിന്റെ റോൾ നിങ്ങൾക്ക് നിർവഹിക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്ന അതേ പ്രയോഗം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വേറെ ആരെയെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ
പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിലെ 4-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നവരിലും അഥവാ ഹാജറയിലും ഇസ്മായിലും നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രവാചകനിൽ ആ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം. ആ പ്രവാചകന്റെ ഭാര്യയുടെ പേരാണ് ഹാജറ. അവരുടെ മക്കളുടെയും പ്രവാചകനുമായ പേരാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് ഉസ്വത്തുൻ ഹസന എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ 2-ാമത്തെ പ്രവാചകന്റെ പേര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ളവരുമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഉസൂലുൽ ഫിഖിന്റെ ചർച്ചയിൽ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ശറഉ മൻ ഖബലന എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ശരീഅത്ത് പിൻപറ്റേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഫുഖഹാക്കളുടെ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ശരീഅത്ത്. അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നേർക്കുനേരെ പിൻപറ്റപ്പെടേണ്ടത് എന്റെ പ്രവാചകനുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ പേര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നാ. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നേർക്കുനേരെ നമ്മോട് പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഫുഖഹാക്കൾ അത്തരം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മാതൃക നമ്മൾ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന്റെ അസുലഭമായ ഒരവസരമാണ് നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിന്റെ വിശുദ്ധിയോടെ നമ്മൾ തിരിച്ചു വരാൻ. രണ്ടാമത്തേത് ഹജ്ജുൻ മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. നിങ്ങൾ മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ഹജ്ജിന് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പറ്റൂല, നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. സ്വർഗമാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പ്രതിഫലം. മബ്റൂറായ ഹജ്ജ് കർമ്മമാണ് നമ്മൾ നിർവഹിച്ചതെങ്കിൽ ആ ഹജ്ജിന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം അതാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ 2 പ്രത്യേകതകൾ കൊണ്ട് വിശദീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം കൂടിയാണ്. അദ്ദേഹം പറയാൻ, ഫലമ്മ ജഅലല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി, എന്റെ കൽബിൽ ഇസ്ലാമിന്റെ ആന്തോളനം സൃഷ്ടിക്കപ്പെട്ടപ്പോ അഥവാ അള്ളാന്റെ ദീനിലേക്ക് ഞാൻ കടന്നു വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയി. ഫഖുൽതു യാ റസൂലല്ലാഹ്, എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അബ്സുത് യമീനക ലിഉബായിഅക, നിങ്ങളുടെ കൈ എൻ്റെ മുമ്പിൽ നീട്ടിത്തരണം, നിങ്ങളുമായി ഞാൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഫബസത യദഹു, അങ്ങനെ റസൂല് 2 കൈകളും നീട്ടിക്കൊടുത്തപ്പോ ഫഖബൽതു യദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഞാൻ അങ്ങനെ പിടിച്ചു. അങ്ങനെ പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, മാലക യാ അംർ, എന്താണ് അംർ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അറത്തു അൻ അഷ്തരിത, ഞാനൊരു ഉപാധി നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാനൊരു ഉപാധി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ റസൂൽ ചോദിക്കുന്നത്, തഷ്തരിത്തു മാദ, എന്താണ് നിങ്ങൾ ഉപാധി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ഉപാധിയാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുമ്പിൽ പറയുന്നുണ്ട്, അയ്യുഗ്ഫറ ലീ, എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു നൽകണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകളും ഒരുപാട് കുറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ തെറ്റുകളും എൻ്റെ പാപങ്ങളും എനിക്ക് പുറത്തു നൽകപ്പെടണം. ഈ ഉപാധി മാത്രമേ എനിക്കുള്ളൂ. ആ ഉപാധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ 3 കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒന്ന്,
ഇസ്ലാമിന്റെ മുമ്പുള്ളതെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മുമ്പ് നിങ്ങൾ മുസ്ലിമായി വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ജാഹിലിയ കാലഘട്ടമുണ്ടല്ലോ, ആ ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതെല്ലാം അള്ളാഹു തകർത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ബാധകമാകുന്ന കാര്യമല്ല. രണ്ടാമത് റസൂൽ പറയുന്നുണ്ട്, വഅന്നൽ ഹിജ്റത തഹദിമു മാ കാന ഖബ്ലഹാ. ഹിജ്റ എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, ആ ഹിജ്റയുടെ കൂടെ പുറപ്പെട്ടവരുണ്ടല്ലോ, ആ ഹിജ്റ പുറപ്പെട്ടതോടുകൂടി അതിന്റെ മുമ്പുള്ളതെല്ലാം ഇല്ലാതായിരിക്കുന്നു. ഹിജ്റ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ ഹിജ്റ നമുക്കറിയാം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തങ്ങളുടെ എല്ലാം മക്കയിൽ അവശേഷിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മറ്റൊരു മണ്ണന്വേഷിച്ചു പോകേണ്ട ആ ജനതയുടെ അവസ്ഥ നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഈ അധ്യാപനത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് റസൂൽ പറയാണ്, വഅന്നൽ ഹിജ്റത തഹദിമു മാ കാന ഖബ്ലഹാ. ഹിജ്റ അതിന്റെ മുമ്പുള്ള എല്ലാം, അതിന്റെ മുമ്പുള്ളതെല്ലാം തകർക്കപ്പെട്ടതാണ്. മൂന്നാമത് റസൂൽ പറയുന്നത്, വഅന്നൽ ഹജ്ജ യഹദിമു മാ കാന ഖബ്ലഹു. ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിച്ചാൽ ആ ഹജ്ജിന്റെ മുമ്പുള്ളതെല്ലാം അള്ളാഹു ഇല്ലാതാക്കി മാറ്റും. ഹജ്ജിന്റെ മുമ്പ് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ പടച്ച തമ്പുരാൻ നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി മാറ്റും. ഹജ്ജിന്റെ മുമ്പ് നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട്, ആ കച്ചവടത്തിൽ കൃത്രിമങ്ങൾ കാണിച്ചിട്ടുണ്ട്, ചതിയും വഞ്ചനയും നമ്മൾ നടത്തിയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പലതും സംഭവിച്ചിട്ടുണ്ട്, മാതാപിതാക്കളുടെ കാരുണ്യത്തിന് വിരുദ്ധമായി പെരുമാറിയിട്ടുണ്ട്, മക്കളെ വേണ്ട പോലെ നോക്കിയിട്ടില്ല, നിസ്കാരത്തിന്റെയും ആരാധനാകർമ്മങ്ങളുടെയും വിഷയത്തിൽ ഒരുപാട് സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഹജ്ജിന്റെ മുമ്പ് ഒരുപാട് അപാകതകൾ പടച്ച തമ്പുരാനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതോടെ വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഹജ്ജ് ചെയ്യുന്നതോടെ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നശിപ്പിച്ചു കളയും. ഹദമ എന്ന അറബി വാക്കിന്റെ അർത്ഥം തകർത്ത് കളയുക എന്നുള്ളതാ. പൊടി പോലുമില്ലാത്ത വിധം തകർക്കുന്നതിന് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് ഹദമ എന്ന് പറയുന്ന വാക്ക്. ആ പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ 3-ൽ മൂന്നാമത്തെ ഹജ്ജാണ് നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഹജ്ജ് കർമ്മം നിർവഹിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചു വരാൻ നമുക്ക് സാധിക്കാതെ പോകാൻ ഒരിക്കലും പാടില്ല. അത് സാധിച്ചിരിക്കണം. അത് സാധിക്കുന്ന കർമ്മങ്ങളാണ് ഹജ്ജിന്റെ ഓരോ സന്ദർഭങ്ങളും. തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാന്റെ മുമ്പിൽ നടക്കുന്ന പ്രാർത്ഥനകൾ, സഅയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാന്റെ മുമ്പിൽ വെക്കുന്ന ഉപാധികൾ, പ്രാർത്ഥനകൾ, അങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് യൗമുത്തർവിയയിൽ അഥവാ ദുൽഹജ്ജ് 8 മിനയിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉരുടുന്ന മന്ത്രങ്ങൾ നമ്മുടെ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടതാണ്. ആ മിനയിൽ നമ്മൾ താമസിക്കുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയാണ്. എന്നിട്ട് ദുൽഹജ്ജ് 9 നമ്മൾ അറഫയിൽ പോയിട്ട് അൽ ഹജ്ജ് അറഫ എന്ന് റസൂൽ പരിചയപ്പെടുത്തിയ ആ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉച്ചയ്ക്ക് ശേഷം 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, പടച്ചവനെ എന്റെ പാപങ്ങൾ പുറത്തു നൽകണമേ എന്ന. എന്നിട്ട് നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ രാത്രിയിൽ കടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് പടച്ചവനെ എന്റെ പാപങ്ങൾ പുറത്തു തരണമെന്നാണ്. ജംറയിൽ പോയി നമ്മൾ കല്ലെറിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം പടച്ചവനെ എന്റെ ജീവിതത്തിൽ എന്നെ തെറ്റുകളിലേക്ക് നയിക്കുന്ന പിശാചിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്നാണ്. എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ നിങ്ങൾ ലാ തത്തഖിദു ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ കാൽപാദങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിന്റെ ശത്രുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിനി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ജംറയിൽ കല്ലെറിയുന്നത്. അവസാനം തവാഫും സഅയും ചെയ്ത് വിടവാങ്ങൽ തവാഫും ചെയ്തുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തിരിച്ചു വരുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇസ്തിഗ്ഫാറും നമ്മുടെ തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ തിരിച്ചു വരേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വേറെയൊന്നുമില്ലെന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. ഹജ്ജുൻ മബ്രൂർ എന്ന് ഹദീസുകളിൽ കാണും. അഥവാ ഹജ്ജ് മബ്രൂർ ആയിരിക്കണം. മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ് ഈ മബ്രൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹജ്ജ് മബ്രൂറായിട്ടില്ലെങ്കിൽ സ്വർഗം നമുക്ക് കിട്ടൂല.
നമ്മുടെ ഹജ്ജ് മബ്റൂറായിട്ടില്ല എങ്കിൽ ആ ഹജ്ജ് കൊണ്ട് റജഅക യൗമി വലദതുഹു ഉമ്മുഹു എന്ന് പറയുന്ന പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂല. എന്താണ് മബ്റൂറായ ഹജ്ജ് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പല സ്വഭാവത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് എന്താണ് ഹജ്ജുൻ മബ്റൂർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടി അയ്യർജിഅ സാഹിദൻ ഫിദ്ദുനിയ റാഗിബൻ ഫിൽ ആഖിറ. അയ്യർജിഅ സാഹിദൻ ഫിദ്ദുനിയ റാഗിബൻ ഫിൽ ആഖിറ. നിങ്ങൾ ഈ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോ സാഹിദൻ ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ സാഹിദായി മാറാൻ നിങ്ങൾ തയ്യാറാകുമോ? ഈ ദുനിയാവിൽ അവശേഷിക്കുന്ന കാലഘട്ടം സാഹിദായി കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അഥവാ ഈ ദുനിയാവിന്റെ വഞ്ചനകളിൽ ഒരിക്കലും അകപ്പെട്ടു പോകാതെ, ഈ ദുനിയാവിന്റെ പളപളപ്പിൽ ആകൃഷ്ടരാമാതെ ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറത്തിന് പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുമോ? അതാണ് സാഹിദൻ ഫിദ്ദുനിയ ഫിൽ ആഖിറ എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹജ്ജ് മബ്റൂറാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഹജ്ജിന്റെ വേളയേക്കാൾ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം നാം എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹജ്ജിന്റെ മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഒരു മാറ്റവും ഹജ്ജിന് ശേഷമല്ല. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ അതിന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നോ, എന്തെല്ലാം ജീവിതത്തിന്റെ രീതികൾ ഉണ്ടായിരുന്നോ, ഒരു മാറ്റവും നമ്മൾ ഹജ്ജിന് ശേഷം വരുത്തുന്നില്ല. ഒറ്റ മാറ്റേ ഉള്ളൂ, പേരിന്റെ കൂടെ ഹാജി എന്ന് പറയുന്ന ഒരു വാലുണ്ട്. അങ്ങനെ വാല് കൊണ്ടൊരു കാര്യമല്ല. അങ്ങനെ വാല് കിട്ടാൻ വേണ്ടിയിട്ടുമല്ല നമ്മൾ പോകുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമേ അല്ല. മറിച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ ഈ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം ഖസാലി റഹിമഹുല്ലാ മബ്റൂറായ ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന മിൻ അലാമത്തി ഖുബൂലിൽ ഹജ്ജി തർക്കു മാ കാന അലൈഹി മിനൽ മആസി. എന്താണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തെറ്റുകൾ എന്ന് പറയുന്ന, കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ ശിക്ഷ ലഭ്യമാകാൻ കാരണമാകുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക. ബാത്തിലിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ സ്വാലിഹിന്റെ വക്താക്കളായി മാറുക എന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമോ? എങ്കിലാണ് നിങ്ങളുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജായി മാറുക. അതേപോലെ തന്നെ അശ്രദ്ധയുടെയും അതേപോലെ തന്നെ കേവലം ആനന്ദത്തിന്റെയും ആസ്വാദനത്തിന്റെയും സദസ്സുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നിരന്തരമായി ഓർക്കുന്ന, പടച്ചതമ്പുരാനെ കുറിച്ച് പറയുന്ന സംഘത്തിന്റെ വക്താക്കളായി മാറുക. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? എങ്കിൽ നിങ്ങളുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രയോഗത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹജ്ജ് മഖ്ബൂലായ ഹജ്ജായി മാറണം. നമ്മുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജായി മാറണം. ആ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി തീരുമാനിക്കുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിന്റെ ഫിഖ്ഹിയായ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല, ആ ഹജ്ജിന്റെ ആത്മാവ് കൊണ്ടുകൊണ്ട് നമ്മളത് നിർവഹിക്കുകയും മില്ലത്തു ഇബ്രാഹിമിന്റെ ആത്മാവ് ആവാഹിച്ചെടുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ കൽപ്പനകളെ പരിപൂർണമായി ആവാഹിച്ചെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. അല്ലാമ ഇഖ്ബാൽ വീണ്ടും ഹജ്ജിനെ കുറിച്ച് ഒരുപാട് കവിതകൾ അല്ലാമ ഇഖ്ബാലിന് നമുക്ക് കാണാൻ സാധിക്കും. ആ കവിതകളുടെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ ക്യാ കിസി കോ ഫിർ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്രൂദിന്റെ തീക്കുണ്ടാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇബ്രാഹിമിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുമുണ്ട്. നമ്രൂദുമാരായ ഭരണാധികാരികൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റുള്ളവരാൽ പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ സുഖസുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ? അതല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. കാരണം ആജ് ബി ഹോ ജോ ഇബ്രാഹിം ക ഈമാൻ പൈദ, ഈ കാലഘട്ടത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ അതിന്റെ എല്ലാ പൂർണ്ണതയിലും നിങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തകർക്കാൻ ഉണ്ടാക്കിയ ആ തീക്കുണ്ടാരമുണ്ടല്ലോ, ആ തീക്കുണ്ടാരത്തെ നിങ്ങൾക്ക് പൂന്തോട്ടമാക്കി മാറ്റാൻ കഴിയുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ നിങ്ങൾക്കുണ്ടാവണം. ആ ഈമാൻ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു
തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ സംസമിന്റെ ഒരു ക്യാൻ ഉണ്ടായിരിക്കും. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, സംസമിന്റെ ക്യാൻ കൊണ്ട് മാത്രമല്ല നിങ്ങൾ വരേണ്ടത്, സംസം നിങ്ങൾക്ക് കൊണ്ടുവരാം, പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ കൈവശം ഈമാനുണ്ടോ, നിങ്ങളുടെ കൈവശം തഖ്വയുണ്ടോ, നിങ്ങളുടെ കൈവശം സബറുണ്ടോ, നിങ്ങളുടെ കൈവശം ഇഹ്സാനുണ്ടോ, നിങ്ങളുടെ കൈവശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മൂല്യങ്ങളുണ്ടോ. ആ മൂല്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹജ്ജ് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് കർമ്മമായി മാറും. പടച്ചതമ്പുരാൻ ആ സ്വഭാവത്തിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ആരോഗ്യത്തോടെ ഈമാനോടെ ഇൽമോടുകൂടി നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആരോഗ്യത്തോടെ തിരിച്ചു വരാനും തിരിച്ചു വന്നതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ ഇഖാമത്തിന്റെ വഴിയിൽ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് ഹക്കീം നദവി സാഹിബ്. തുടർന്ന് ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രം, ഹജ്ജിൻ്റെ അനുഷ്ഠാന മുറകൾ എന്ന വിഷയത്തിലുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. ആ ക്ലാസ് നടത്തുന്നത് കേരള ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ആദരണീയനായ റഫീഖ് സാഹിബ് മൊഴിക്കലാണ്. ഹജ്ജിൻ്റെ അനുഷ്ഠാന മുറകൾ എന്ന വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരണീയനായ റഫീഖ് സാഹിബിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സെഷന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും ചുരുങ്ങിയ സമയമുണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.